ഒന്നാമത്തെ കാര്യം, ഇവിടെ ക്രോസ് മെസ്സാജിനെ കുറിച്ച് പറഞ്ഞു. ഒരു തൊഴിലാളി, അത് വനിതയാവട്ടെ സ്ത്രീ ആവട്ടെ, ഒരു തൊഴിലെടുക്കുന്നു, അവരുടെ ഇഷ്ടത്തിന് തൊഴിലെടുക്കുന്നു. ആ തൊഴിലിനെ തടസ്സപ്പെടുത്താൻ എന്ത് സംവിധാനമാണ്, എന്ത് അവകാശമാണ് നമുക്കുള്ളത്? തൊഴിൽ നടത്തുന്നു, ബിസിനസ് നടത്തുന്നു, ഇതിൽ നമുക്ക് അവകാശമില്ല. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ തടയണം. ഈ നിയമവിരുദ്ധതയാണ് പ്രശ്നം. നിയമവിരുദ്ധമായി തടയുന്നതിനെ കുറിച്ച് അവർ തന്നെ സമ്മതിക്കുന്നു. നിയമവിരുദ്ധമായ കാര്യങ്ങൾ തടയണം. നോക്കുമ്പോഴേ ഈ നിയമവിരുദ്ധമായ സ്പാ അല്ലെങ്കിൽ വെൽനസ് സെന്റർ എന്നൊക്കെ അതിന് എണ്ണം കൂടുന്നു. അത് ആരുടെയൊക്കെ മനുഷ്യനെ ഇങ്ങനെ വേണ്ടാത്ത ബോർഡുകളൊക്കെ വെച്ച് ആകർഷിക്കുന്നു, യൂട്യൂബിലൊക്കെ പ്രചാരണം കൊടുത്ത് ഒക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, നിയമവിരുദ്ധമില്ലാത്ത കാര്യത്തിൽ ആകർഷിച്ചോട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സലൂണിൽ ഈ പറയുന്ന ക്രോസ് മെസ്സാജ് എന്നുള്ള വാക്ക് നിർത്തിയാൽ പോലെ ഈ പറഞ്ഞ മെയിൽ ഫീമെയിലിന്റെ മുടി വെട്ടുന്ന അവസ്ഥ ഇപ്പൊ ഉണ്ട്. ഇത് ഒരു 10 വർഷം മുമ്പൊക്കെ അല്ല, അതിൽ കുഴപ്പമില്ല എന്നല്ല, ഇതിലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. അതോടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, നിയമവിരുദ്ധമായിട്ടല്ല അത് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ തടയേണ്ട കാര്യം ഒന്നും നമുക്കും ഇല്ല. ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾക്കില്ല. ആരാ തടയണ്ടേ? കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ട്രേഡ് ലൈസൻസ് ഉണ്ടോ നോക്കണം. പോലീസ് ഇവർക്ക് മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ, NOC ഉണ്ടോ നോക്കണം. ഇവർ മറ്റേതെങ്കിലും ക്രൈമുകൾ ഭാഗമാണെന്ന് നോക്കണം. ഈ ഏജൻസികൾ ഇത് പ്രവർത്തിക്കാത്തതിന് നമ്മൾ ഈ ഓണേഴ്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.